ഫ്രണ്ട്സ് നമസ്കാരം. SNDDSന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താനോ അല്ലെങ്കിൽ ഒന്നും തന്നെയല്ല ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരുപാട് സുഹൃത്തുക്കൾ നമ്മളുടെ ഈ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ട് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഒക്കെ വീഡിയോസൊക്കെ കണ്ടിട്ട് എന്നെ വിളിക്കാറുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ ഈ എന്താ പറയുക തുടക്കക്കാരും അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് കൂടുതലും അത് വിളിക്കാറുള്ളത്. മറ്റൊന്നുമല്ല, അവർ ചോദിക്കുന്ന ഒരു പ്രധാന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആംപ്ലിഫയർ ഒക്കെ അസംബിൾ ചെയ്തതിന് ശേഷം എല്ലാം ഓക്കെയാണ്, എല്ലാം നല്ല രീതിയിലെല്ലാം അസംബിൾ ചെയ്തതിന് ശേഷം ചേട്ടാ ഭയങ്കരമായിട്ടുള്ള ഒരു ഹമ്മിങ് നോയ്സ് ഞാൻ ചെയ്ത ആംപ്ലിഫയറിനകത്തുനിന്ന് വരുന്നുണ്ട്, ഒരു ഭയങ്കര അരോചകമായിട്ടുള്ള സൗണ്ടാണ്, അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വിളിക്കാറുണ്ട്. അപ്പോൾ ഈ വിളിക്കുന്ന ആളുകളോടൊക്കെ തന്നെ അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഇതിൻ്റെയൊക്കെ സൊല്യൂഷനൊക്കെ ഇവർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ ഹമ്മിങ് നോയ്സ് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് അതിന് നമുക്കൊരു മറുപടി കൊടുക്കാനെ കൊണ്ട് സാധിക്കത്തില്ല. കാരണം ഹമ്മിങ് നോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് ഈ ഹമ്മിങ് നോയ്സ് ഈ ആംപ്ലിഫയറുകളൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം ഈ ഹമ്മിങ് നോയ്സ് ഇത് പല രീതിയിലാണ്. അത് ഇന്ന ഒരു രീതി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിന് കുറേ കാരണങ്ങളുണ്ട്. അതിനകത്ത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒന്നാമത് നിൽക്കുന്നത് നമ്മളുടെ വയറിങ്. അതായത് നമ്മൾ ഈ ആംപ്ലിഫയറിൻ്റെ വയറിങ്ങിൻ്റെ സമയത്ത് നമ്മളുടെ ഈ പവർ സപ്ലൈ സ്റ്റേജിൽ കൂടി നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ലൈനുകൾ നമ്മൾ എടുത്തുകൊണ്ട് പോകുമ്പോൾ അതുവഴി ഈ ഹമ്മിങ് നോയ്സ് ഉണ്ടാവാം. പിന്നെ രണ്ടാമത് നമ്മൾ പ്രോപ്പറായിട്ടുള്ള എർത്ത് കൊടുത്തില്ലെങ്കിൽ ഹമ്മിങ് നോയ്സ് ഉണ്ടാവാം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എർത്ത് കുറഞ്ഞാലും കൂടിയാലും ഹമ്മിങ് നോയ്സ് ഉണ്ടാവാം. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ബ്ലൂടൂത്ത് മോഡ്യൂളുകൾ. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ വയറിങ്ങിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ വയറിംഗ് എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും എനിക്ക് പല സിസ്റ്റങ്ങൾ ഈ എന്താ പറയുകയാണ് ഈ റീവർക്കിനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ റീവർക്കിനൊക്കെ വന്ന സമയത്ത് അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ലാഭത്തിനൊക്കെ വേണ്ടിയിട്ട് ഈ ആളുകൾ എന്താ പറയുക നമ്മളുടെ ഈ പവർ സപ്ലൈയുടെ വയറുകളാണെങ്കിലും ഇതൊക്കെ ചെറിയ എന്താ പറയുക ഗേജ് കുറഞ്ഞ വയറുകൾ, ലോക്കൽ വയറുകളൊക്കെ ഇതൊക്കെ ഉപയോഗിക്കാനായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ ഈ നമ്മുടെ എന്താ പറയുന്നത് ഈ മൾട്ടി കളർ വയർ പോലും ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പവർ സപ്ലൈ സെക്ഷനിൽ മിനിമം ഒരു 0.5 DC വയറോ അല്ലെങ്കിൽ പവർ സപ്ലൈയിൽ 0.5 ഇടാതെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1 സ്ക്വയർ വയറെങ്കിലും നിങ്ങൾ ഇടാൻ ശ്രമിക്കുക. വയറിനൊക്കെ വില കൂടുതലാണ്, അതൊക്കെ അറിയാം. പക്ഷേ നമ്മളൊരു 1 സ്ക്വയർ വയറെങ്കിലും നമ്മൾ ഇടാൻ ശ്രമിക്കുക. കാരണം ഈ ഒരു പവർ സപ്ലൈയിൽ നിന്ന് വരുന്ന ഈ വയറിനകത്ത് നിന്ന് നമുക്ക് ഈ ഒരു എർത്ത് ലീക്കിംഗ് ഉണ്ടാകും. അതുമൂലം നമുക്ക് ഈ പറയുന്നത് പോലുള്ള ഹമ്മിങ് നോയ്സുകൾ നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷീൽഡ് വയർ. ഇപ്പോൾ ഈ ആംപ്ലിഫയർ ഡിസൈൻ ചെയ്യുന്ന ആളുകൾ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഈ ഷീൽഡ് വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 രൂപ മുതലും 15 രൂപ മുതൽ 60 രൂപ 70 രൂപയുടെ വരെ മീറ്ററിന് വിലയുള്ള ഷീൽഡ് വയറുകളുണ്ട്. അപ്പം ഞാൻ ആംപ്ലിഫയർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അസംബിൾ ചെയ്യുന്ന സമയത്ത് ഞാൻ ഏറ്റവും നല്ല ഷീൽഡ് വയർ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ആംപ്ലിഫയറുകൾ ഡിസൈൻ ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഹമ്മിങ് നോയ്സിൻ്റെ ഒരു ഇഷ്യൂസ് എനിക്ക് ഉണ്ടാവാറില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ആംപ്ലിഫയർ ചെയ്യുന്നവർ തുടക്കക്കാരാണെങ്കിലും ശരി, അവർ ഈ ആംപ്ലിഫയറിനകത്ത് ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് സ്റ്റേജുകളിൽ നിങ്ങൾ മാക്സിമം നിങ്ങൾ ഷീൽഡ് വയറുകൾ തന്നെ നിങ്ങൾ ഉപയോഗിക്കുക. ആ ഷീൽഡ് വയർ ഉപയോഗിച്ച് കഴിയുമ്പോൾ തന്നെ ഈ ഒരു ഹമ്മിങ് നോയ്സിൻ്റെ ഒരു പ്രശ്നം ഒരു പരിധി എന്നല്ല ഒരു 90% അത് മാറിക്കിട്ടും. അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ പവർ സപ്ലൈയുടെ അടുത്ത് കൂടി ഇൻപുട്ട് ഔട്ട്പുട്ട് ലൈനുകൾ എടുത്തിട്ട് പോവാതിരിക്കുക. അങ്ങനെ ചെയ്യുന്നതും ഏറ്റവും നല്ലതാണ്. ഈ ഹമ്മിങ് നോയ്സുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഏറ്റവും നല്ലതാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ ഈ ബ്ലൂടൂത്ത് മോഡ്യൂളിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഈ മാർക്കറ്റിൽ കിട്ടുന്ന ബ്ലൂടൂത്ത് മോഡ്യൂൾ കുറഞ്ഞ മോഡ്യൂളുകളുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങാതെ നല്ല ബ്ലൂടൂത്ത് മോഡ്യൂളുകൾ വാങ്ങി കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഹമ്മിങ് നോയ്സിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒഴിവാകുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ ഈ പവർ സപ്ലൈ ഈ നമ്മുടെ ബ്ലൂടൂത്ത് മോഡ്യൂളിലേക്ക് അല്ലെങ്കിൽ റിമോട്ട് കിറ്റിലേക്ക്, പിന്നെ നമ്മൾ ബാസ് ട്രബിൾ ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക്, ടോൺ ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്കൊക്കെ നമ്മൾ എടുക്കുന്ന പവർ സപ്ലൈ എന്ന് പറയുന്നത് അതൊരു സെപ്പറേറ്റ് പവർ സപ്ലൈ ആയിരിക്കണം. ഇതിൽ നിന്ന് നമ്മൾ ഫാനിനോ ലൈറ്റിനോ മറ്റുള്ള എന്തിനെങ്കിലും ഒക്കെ നമ്മൾ അതിൽ നിന്നും വേറൊരു സപ്ലൈ നമ്മൾ എടുക്കുകയാണെങ്കിൽ തീർച്ചയായും നോയ്സ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ല ഒരു ആംപ്ലിഫയർ നിങ്ങൾക്ക് അസംബിൾ ചെയ്യാൻ പറ്റും. നോയ്സ് ഇല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് ആംപ്ലിഫയർ അസംബിൾ ചെയ്യാൻ പറ്റും. പിന്നെ എനിക്കറിയാവുന്ന എൻ്റെ ചെറിയ അറിവ് വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ
ഇലക്ട്രോണിക്സ് സംബന്ധമായിട്ടുള്ള വർക്ക് ചെയ്യുന്ന ആളുകളും ഇത് കാണുന്ന ആളുകളും നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ ഞാനിപ്പോൾ ഒരു ആംപ്ലിഫയർ ഞാനിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല, വയറിങ്ങും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയി. അതിൻ്റെ ഫ്രണ്ട് നമ്മൾ അക്കറിലേക്ക് ഷീറ്റൊന്നും പാനലൊന്നും നമ്മൾ ഫിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഇങ്ങനെ ഒരു വീഡിയോ ഇടണം എന്ന് ഞാൻ കരുതിയാണ്. ഇപ്പോഴാണ് ഞാനൊരു സമയം ശരിക്കും പറഞ്ഞാൽ കിട്ടിയത്. അപ്പോൾ ഞാൻ അതിൻ്റെ വയറിങ് ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്നൊക്കെ ഞാനൊന്ന് കാട്ടിത്തരാം. അപ്പോൾ നമ്മൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ആംപ്ലിഫയറിൻ്റെ ആ ഒരു വയറിങ് ഒന്ന് കാണാം. അപ്പോൾ ഇതാണ് ആംപ്ലിഫയറിൻ്റെ ഉൾവശം. ഇതൊരു 2.1 ആംപ്ലിഫയർ ആണ്. ഇതിൻ്റെ ഈ ഒരു സെയിം ആംപ്ലിഫയറിൻ്റെ റിവ്യൂസൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു, വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ബോർഡുകളെക്കുറിച്ചോ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ നിൽക്കുന്നില്ല. ഞാൻ ഇന്ന് ഇപ്പോൾ പറയുന്നത് അവരുടെ ഈ ഒരു ഹമ്മിങ് നോയ്സ് ഉണ്ടാവാതിരിക്കാനുള്ള കാര്യങ്ങളെ പറ്റിയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ആംബ് ചെയ്തിരിക്കുന്നത് വളരെ നീറ്റായിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ വയറിങ്ങുകളൊക്കെ വളരെ നീറ്റായിട്ട് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇത് കണ്ടോ, ഇത് നമ്മളുടെ പവർ സപ്ലൈ ആണ്. ഈ ഇൻബിൽട്ടായിട്ട് പവർ സപ്ലൈ ഉള്ള ബോർഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ പവർ സപ്ലൈ യൂണിറ്റോ കാര്യങ്ങളോ കപ്പാസിറ്ററോ അങ്ങനെയുള്ളതൊന്നുമില്ല. നേരെ ഞാൻ ഇതുവഴി ഒരു വയർ എടുത്തിട്ട് ഇവിടെ വന്നു. ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന വയർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഞാൻ 1.5 mm വയറാണ് ഞാൻ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ ആ വയർ ഞാൻ അവിടെ നിന്ന് ഈ ഒരു ഷീൽഡ് വഴി എടുത്തിട്ട് വന്ന് നമ്മളത് ഈ ഒരു ആംപ്ലിഫയറിലേക്ക് ഞാൻ ഇവിടെ നിന്ന് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ നിങ്ങൾ നോക്കിയാൽ കാണാം, ഈ ഒരു സൈഡിൽ ഇൻപുട്ടിൻ്റെയോ ഔട്ട്പുട്ടിൻ്റെയോ ഒരു ലൈനുകളുമില്ല. തികച്ചും അവിടെ നിന്നും ഒരു ഇൻപുട്ട് സോഴ്സും ഇല്ലാത്ത സ്ഥലത്ത് കൂടിയാണ് ഞാൻ ഇവിടേക്ക് ഈ ഒരു പവർ സപ്ലൈ ഞാൻ കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് ഞാൻ ഇവിടെ ഈ കാണുന്നത് ഇത് ഷീൽഡ് വയറാണ്. MXൻ്റെ നല്ല വില കൂടിയ വയറാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. MXൻ്റെ വയറാണ് ഷീൽഡ് വയർ. ആ ഷീൽഡ് വയർ ഉപയോഗിച്ചിട്ട് ഞാൻ ഈ ഒരു 2-way ടോൺ കൺട്രോൾ ബോർഡിൽ നിന്നും ഉള്ള ഔട്ട്പുട്ട് ലെഫ്റ്റ് റൈറ്റ് സ്റ്റീരിയോ ഔട്ട് ഈ ബോർഡിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നത് സബ് ഫിൽറ്ററാണ്. ഇതും അതേപോലെ തന്നെ ഇതിൽ നിന്നുമുള്ള ഔട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിലെങ്ങും പവർ സപ്ലൈയുടെ ഒരു സെക്ഷനേ വരുന്നില്ല. പിന്നെ ഇങ്ങോട്ട് നോക്കാം. ഇവിടെ ഞാനൊരു സെപ്പറേറ്റ് ആയിട്ട് ഞാനൊരു 12-012ൻ്റെ ഒരു ഡ്യുവൽ പവർ സപ്ലൈ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡ്യുവൽ പവർ സപ്ലൈയിൽ നിന്നുമുള്ള വയർ ഒരു ഷീൽഡ് ഞാനൊരു സ്ലീവ് ഉപയോഗിച്ചിട്ട് ഞാൻ നമ്മുടെ ഈ ഒരു ബോർഡിലേക്ക്, അതായത് നമ്മളുടെ ടോൺ ബോർഡിലേക്കും അടുത്ത ഒരു വയർ എടുത്തിട്ട് അതേപോലെ തന്നെ നമ്മളുടെ ഈ സബ് ഫിൽറ്ററിലേക്കും, അതായത് ഇൻപുട്ട് ലൈനുകളൊന്നും ഇവിടെ പോകുന്നില്ല, ഇവിടേക്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്നും ഇവിടെ നോക്കിയാൽ നിങ്ങൾക്കറിയാം ബ്ലൂടൂത്ത് മോഡ്യൂളിൽ നിന്നും ഞാൻ സബ് പ്രീയിലേക്കുള്ള ഔട്ട്, അതായത് ലെഫ്റ്റ് റൈറ്റ് ഔട്ട്, അതേപോലെ തന്നെ നമ്മളുടെ ടോൺ ബോർഡിലേക്കുള്ള ലെഫ്റ്റ് റൈറ്റ് ഔട്ട്, അത് ഞാൻ എല്ലാം ഷീൽഡ് വയർ ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, നല്ല വൃത്തിയായിട്ട് വളരെ വൃത്തിയായിട്ട് നീറ്റായിട്ട് തന്നെ വയറിങ്ങുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഷീൽഡ് വയർ, അത് ഞാൻ ഈ ഒരു ഏരിയയിൽ കൂടി ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിൻ്റെ ഇൻപുട്ടാണ്. ഓക്സ് ഇൻപുട്ടും പിന്നെ FM-ൻ്റെ ആൻറ്റിന, ഇങ്ങനെയാണ് ഞാൻ വയറിങ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾ ഏതൊരു ആംപ്ലിഫയർ ചെയ്യുന്ന സമയത്തും ഈ ഒരു മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 99.9% നിങ്ങൾക്ക് ഹമ്മിങ് നോയ്സുകൾ ഒഴിവാക്കാനെ കൊണ്ട് സാധിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ എത്തുന്നതായിരിക്കും. ഗുഡ് ബൈ.